മോട്ടറോളയുടെ മോട്ടോ G40 ഫ്യൂഷൻ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ വരുന്നത് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് മോട്ടോ G40 ഫ്യൂഷൻ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G40 ഫ്യൂഷൻ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തിരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ എടുത്തു വരേണ്ട ഒന്നാമത്തെ പോസിറ്റീവായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പോക്കോ X3 അതുപോലെ റെഡ്മി നോട്ട് 10 പ്രോ പിന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ഇതുപോലുള്ള ഫോണുകളൊക്കെ കണ്ടിട്ടുള്ള അതേ പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിലും വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഈ ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണാണ് മോട്ടോ G40 ഫ്യൂഷൻ എന്ന ഫോണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ മോട്ടോ G40 ഫ്യൂഷനിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫോണിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഫോണിൽ തിങ്ക് ഷീൽഡ് എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ട് വരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലും ഈ ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ലെങ്കിലും 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ട് വരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സോഫ്റ്റ്വെയറിൽ അധികം ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യങ്ങൾ വരുന്ന പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ട് വരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും വലിയ തരക്കേടില്ല. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118 ഡിഗ്രിയാണ്. പിന്നെ ഈ ഒരു ലെൻസ് വെച്ചിട്ട് മാക്രോ ഫോട്ടോസും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ നെഗറ്റീവായിട്ട് വരുന്നൊരു കാര്യം ഇതിൻ്റെ വെയിറ്റ് ആണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 225 ഗ്രാമാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് കൂടിയൊരു ഫോണാണിത്. അതുപോലെ തന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.8 mm ആണ്. അവൻ തിക്നെസ്സും കുറച്ച് കൂടുതലാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6000 mAh ബാറ്ററി ഉള്ളതുകൊണ്ടാണ് ഈ ഫോണിൻ്റെ വെയിറ്റും അതുപോലെ തന്നെ തിക്നെസ്സൊക്കെ കൂടിയിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനുള്ള ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. 6GB റാം വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. പിന്നെ ICCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കൂടി നമുക്ക് ലഭിക്കും. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. മെയ് 1 ഈ ഫോണിൻ്റെ ആദ്യത്തെ സെയിൽ നടക്കുക. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഉള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ തന്നെയായിരിക്കും മോട്ടോ G40 ഫ്യൂഷൻ എന്ന ഫോൺ. കാരണം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ പേപ്പർ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണിത്.